ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബി.ജെ.പി. പിന്നോക്കം പോകുന്നു എന്ന ആശങ്കയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വർഗീയ പ്രചാരണം കടുപ്പിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഔറംഗസേബിന്റെ നയങ്ങളാണെന്നും അവർ പശുമാംസം അവകാശമാക്കുമെന്നും മധ്യപ്രദേശിലെ ഗുണയിൽ ആദിത്യനാഥ് പറഞ്ഞു. വിഷ്ണു ചേരുന്നു ദില്ലിയിൽ നിന്ന്. വിഷ്ണു, അതിതീവ്രമായ വർഗീയ പ്രചരണത്തിലേക്ക് ബി.ജെ.പി. മാറിക്കൊണ്ടിരിക്കുന്നു. മൂന്നാം ഘട്ടമാകുമ്പോൾ ഇതാണ് സാഹചര്യമെങ്കിൽ ഏഴാം ഘട്ടമാകുമ്പോഴേക്കും എന്തായിരിക്കും ഒരു അവസ്ഥ? ഷമി, തീർച്ചയായിട്ടും ആദ്യ രണ്ട് ഘട്ട വോട്ടെടുപ്പിന് ശേഷമാണ് ബി.ജെ.പി. വർഗീയ പ്രചരണം അതിശക്തമാക്കിയത്. കാരണം ആദ്യ രണ്ട് ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിൽ വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 66% മാത്രമാണ് ആദ്യ രണ്ട് ഘട്ടങ്ങളിലും ഒരു പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ മുസ്ലിം വിദ്വേഷം ആളിക്കത്തിച്ചുകൊണ്ടുള്ള പ്രചരണത്തിലേക്ക് കടന്നത്. ഇപ്പോൾ അതിന് ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അതേ തലത്തിലുള്ള വർഗീയ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു പരാമർശം യോഗിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കാരണം ആ യോഗിയുടെ പരാമർശമെന്ന് പറയുന്നത് രാജ്യത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രകടന പത്രിക എന്ന് പറയുന്നത് ഔറംഗസേബിൻ്റെ നയങ്ങളാണ് പിന്തുടരുന്നത്. ഏറ്റവും ക്രൂരനായിട്ടുള്ള മുസ്ലിം ഭരണാധികാരിയുടെ നയങ്ങൾ കോൺഗ്രസ് പിന്തുടരുകയാണ്. ഹിന്ദുക്കളുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് പകുതി സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അത്തരത്തിൽ ഈ ഹിന്ദുക്കളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ യോഗി ആദിത്യനാഥ് പറഞ്ഞു വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ തലത്തിലുമുള്ള അവകാശങ്ങൾ നൽകുന്നു, എന്തും കഴിക്കാനടക്കമുള്ള അവകാശങ്ങൾ നൽകുന്നു. രാജ്യത്ത് ബീഫ് കഴിക്കുന്നവർ വളരെ ചുരുക്കമാണ്. പക്ഷേ അതൊക്കെ തന്നെ അവകാശമായി പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസ് തുടരുന്ന നയം. ഇതിനു പുറമെ ഔറംഗസേബിൻ്റെ കാലത്ത് ചില നികുതികൾ ഈടാക്കിയിരുന്നു. അത് ഹിന്ദുക്കളുടെ കയ്യിൽ നിന്നടക്കം പണം പിരിക്കുന്നതായിരുന്നു ആ നികുതികൾ എന്ന് പറയുന്നത്. അതേ നികുതികൾ ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവരുന്നു. അതാണ് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നത്. ഇവരുടെ പരമ്പരാഗത സ്വത്തുക്കൾ പിടിച്ചെടുക്കുക എന്നതാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നതടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആദ്യ രണ്ട് ഘട്ടത്തിലെയും പോളിംഗ് ശതമാനത്തിലുണ്ടായ ഒരു ഇടിവിന് പിന്നാലെയാണ് ഇപ്പോൾ മോദിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഈ വർഗീയ പ്രചരണം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഷമി, വിഷ്ണു, 10 വർഷം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച ഒരു സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവും അവർക്ക് ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ചോ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചോ തൊഴിലില്ലായ്മയെക്കുറിച്ചോ പട്ടിണിയെക്കുറിച്ചോ ഒന്നും പറയാനില്ല. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ ഇവരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ, ഔറംഗസേബ്, ഷാജഹാൻ, അക്ബർ എന്ന് പറഞ്ഞ് സാധാരണ മനുഷ്യൻ്റെ ചിന്തയെ എവിടേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്? ശരിക്കും ബി.ജെ.പി. വലിയ ഒരു ഭീതിയിലേക്ക് എത്തിയിരിക്കുന്നു, അവരുടെ ആശങ്ക വർദ്ധിക്കുന്നു എന്നുള്ളതല്ലേ നമുക്ക് വ്യക്തമാകുന്നത്? ഷമി, തീർച്ചയായിട്ടും. കാരണം മുൻകാലങ്ങളിൽ ഉള്ള പോലെയുള്ള ഒരു ഇമേജ് പോലും ഇപ്പോൾ ബി.ജെ.പി. സർക്കാരിന് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് ആളുകളെ വോട്ടിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറുപക്ഷത്ത് ഇന്ത്യ സഖ്യം അതിശക്തമായിട്ടുള്ള പ്രചരണം നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് മോദി സർക്കാരിൻ്റെ ഈ വനിതാ പദ്ധതികളടക്കം നാരീശക്തി അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം ഒരു പ്രചരണം നടത്തുന്നത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കർണാടകയിൽ NDAയുടെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രജ്വൽ രേവണ്ണയുടെ വിഷയം ഉയർന്നു വരുന്നത്. പ്രജ്വൽ രേവണ്ണയ്ക്കുള്ള എതിരെയായിട്ടുള്ള ലൈംഗിക അതിക്രമം അടക്കം ശക്തമായി പരാമർശിച്ചുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ടൊരു പ്രചരണം നടത്തുമ്പോൾ അതിനെയൊക്കെ തന്നെ പ്രതിരോധിക്കാൻ വർഗീയത ആളിക്കത്തിക്കുക തന്നെയാണ് ബി.ജെ.പി. ചെയ്യുന്നത്. അതിൽ ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമാണ്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. കാരണം
ആദ്യ രണ്ട് ഘട്ട വോട്ടെടുപ്പിന് ശേഷമാണ് പ്രധാനമന്ത്രി കൂടുതൽ വർഗീയതയിലേക്ക് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിലേക്ക് കടന്നത്. രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങളുടെയും OBCയുടെയും അടക്കം ഈ വിഭാഗങ്ങളുടെ അടക്കം സംവരണം കവർന്നെടുത്ത് മുസ്ലിം വിഭാഗത്തിന് നൽകും എന്നതാണ് മോദി പലപ്പോഴായിട്ട് പറയുന്ന ആരോപണം. അത് ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് യോഗി ആദിത്യനാഥും ഇത്തരത്തിലൊരു പ്രചരണം നടത്തുന്നത്. വിഷ്ണു അത് മാത്രമല്ല, ഇന്നിപ്പോ മറാത്ത റീജിയണൽ പത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പരസ്യം അങ്ങേറ്റം വർഗീയമായൊരു പരസ്യമാണ്. ആ പരസ്യത്തിൽ ചോദിക്കുന്നത് നിങ്ങളുടെ വോട്ട് ആഘോഷമാകേണ്ടത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്നാണ്. അതായത് കോൺഗ്രസ് അല്ലെങ്കിൽ മതേതര കക്ഷികൾക്ക് വോട്ട് ചെയ്താൽ അത് ആഘോഷമാകുന്നത് പാകിസ്ഥാനിലായിരിക്കും എന്നൊരു സൂചനയാണ്, അല്ലെങ്കിൽ അത് മുസ്ലിങ്ങൾക്കായിരിക്കും ആഘോഷമാകുക എന്നൊരു സൂചനയാണ് ഈ തരത്തിൽ ഒരു പരസ്യത്തിലൂടെ നൽകുന്നത്. എന്തുമാത്രം മോശപ്പെട്ട തലത്തിലേക്ക് ഇവർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഷമി, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ഈ ഒരു പരസ്യം പോലും അത്രത്തോളം വർഗീയമായിട്ടുള്ളതാണ്. പക്ഷേ ആ പരസ്യത്തിലേക്ക് എത്തുന്നത് പോലും പ്രധാനമന്ത്രിയുടെ ചില തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്ന് തന്നെയാണ്.